ലോകത്ത് തന്നെ അത് ആദ്യമായിട്ടായി കാരണം വാപ്പാന്റെ ബർത്ത്ഡേക്ക് മകൻ വാർപ്പിന്റെ മേലെ കയറി വാണം വിടുന്നു. അതെ, ഇന്നായിരുന്നു എന്റെ വാപ്പാന്റെ ബർത്ത്ഡേ. എണീറ്റ പാടന്നെ വാപ്പാക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഫാറൂഖിന്റെ കടയിൽ പോയിട്ട് ഒരു ഫോൺ വാങ്ങി. അത് കഴിഞ്ഞിട്ട് മുത്തുവാക്കന്റെ കടയിൽ പോയിട്ട് നേരെ ഒരു പർദ്ദയും വാങ്ങി ഉമ്മാക്ക്. മെയ് 2-ാം തീയതി ഉമ്മാന്റെ ബർത്ത്ഡേ, പക്ഷെ ഞാൻ അന്ന് അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്പാക്ക് ഒരു ഫോൺ കൊടുക്കുമ്പോൾ ഉമ്മാക്ക് ഒരു പർദ്ദ കൊടുക്കാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പടക്കക്കടയിൽ പോയിട്ട് കുറച്ച് വാണം വാങ്ങി. സന്തോഷ ദിവസങ്ങൾ വരുമ്പോൾ എനിക്ക് വാണം വിടാൻ തോന്നി. അങ്ങനെ വാപ്പ ഇഷാക്ക് പള്ളിക്ക് പോയ സമയത്ത് നമ്മളുടെ വീട്ടിൽ കേക്കും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ മാത്രമല്ല, നമ്മളെ ചെക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. മിക്കവാറും റിഷാദിനെ കണ്ട എന്റെ വാപ്പ ചോദിക്കും, ഈ വാണം പൊട്ടണതാണോ അതോ വിരിയണതാണോ? റിഷാദ് ആയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാം അത് വിരിഞ്ഞ് പൊട്ടണതാണ്. അമ്പോ ഒരു കോമഡി ഉണ്ടായി. വാപ്പ വന്നപ്പോൾ തന്നെ കറണ്ട് പോയി. കറണ്ട് പോയെങ്കിൽ നമ്മൾ വാപ്പാക്ക് സർപ്രൈസ് കൊടുത്തു. വാപ്പ ആകപ്പാടെ സന്തോഷ പുളകിതനായി. ഇതിന്റെ മുമ്പൊന്നും വാപ്പ എത്രമാത്രം സന്തോഷ പുളകിതനായത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ ചിരി നോക്കി എന്ത് രസമല്ലേ കാണാൻ. വാപ്പാന്റെ കാട്ടിക്കുട്ടികളിനപ്പോ വാപ്പത്തെ കുട്ടികളെ പോലെ ഒരു തൊട്ടി അങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ മതി, വായിൽ വിരലിട്ടായി കിടന്ന് തുടങ്ങിക്കോളൂ. അത്രമാത്രം കുട്ടികളെ പോലെയൊക്കെ എന്റെ വാപ്പ. അങ്ങനെ 57 വർഷമായിട്ട് എന്റെ വാപ്പ ആദ്യമായിട്ട് ജീവിതത്തിൽ കേക്ക് കഴിഞ്ഞ 57 കൊല്ലം വാപ്പാന്റെ ബർത്ത്ഡേ എന്ന് പോലും അറിയില്ല. ഇതന്നെ ഇപ്പൊ 2 ദിവസം മുന്നേ വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് എന്തിന്റെ ആവശ്യത്തിന് വേണ്ടി അടുത്തപ്പോ കണ്ടു. അങ്ങനെ ഞാൻ ഇപ്പാക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ള ഫോൺ കൊടുത്തത് കണ്ടപ്പോ ഇപ്പാന്റെ റിയാക്ഷൻ നോക്കി കണ്ണടിയും പല്ലൊക്കെ പാടി കണ്ട കാർട്ടൂൺ ുള്ള മൊയല കുട്ടികളെ പോലെ. സംഭവം എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് വാപ്പ സ്വിച്ച് ഫോൺ ഉപയോഗിച്ചിരുന്നു. സത്യം പറഞ്ഞ വാപ്പ ഒരു ടച്ച് ഫോണിന്റെ വിരോധിയായിരുന്നു. പിന്നെ ഉമ്മാന്റെ ഫോണിൽ യൂട്യൂബ് ഇതൊക്കെ കണ്ടു പഠിച്ചിട്ട് ഇപ്പൊ ഒരു യൂട്യൂബ് അഡിക്ഷൻ ആയി. 9 മണിക്ക് ഉറങ്ങുന്ന ആളിപ്പോ ചിലപ്പോൾ 12 മണി വരെ ഉറങ്ങില്ല. ഇപ്പൊ ഈ ഫോണും കൂടി കിട്ടിയ പണിക്ക് പോലെ എന്റെ പേടി. അല്ലെങ്കിലും വാപ്പ ചെലവിന് കൊണ്ട് തിന്നണത് ഒരു സുഖം. അങ്ങനെ പിന്നെ വാപ്പാക്കുള്ള അടുത്ത സർപ്രൈസ് വാർപ്പിന്റെ മേലെ കയറി കുറച്ച് വാണം അങ്ങോട്ട് വിട്ടു. ഒരു വാപ്പന്റെ ബർത്ത്ഡേക്ക് മകൻ ആദ്യമായിട്ട് വാണം വിടണേ. അങ്ങനെ പിന്നെ ഒരു അന്നദാനം നടത്തി. അപ്പോൾ ഓക്കെ ബൈ. ബാക്കി നാളെ സെബിനെ ഫോളോ ചെയ്യുക. പുണ്യം നൽകുക. താങ്ക് യു. ലവ് യു. ബൈ.